പിന്നെ ചെമ്മീൻ പൊരിച്ചത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? സംഭവം അടിപൊളിയാണ്. നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെമ്മീൻ്റെ തല വേണ്ട എന്നുള്ളവർ എടുക്കണ്ട കേട്ടോ. ഞാൻ അതിൻ്റെ തലഭാഗം കൂടി എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു വെയിന് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെമ്മീൻ പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി അത്യാവശ്യമാണ് കേട്ടോ. സാധാരണ മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കാശ്മീരി മുളക് പൊടിയാണ് കൂടുതലായിട്ടും വേണ്ടത്. പിന്നെ ഒരു പച്ചമുളക് വേണം, ഒരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിലാണ് നമുക്ക് ചെമ്മീനിൽ ആ മസാല നന്നായിട്ട് കോട്ടായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അതെ, ആ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ടോളൂ കേട്ടോ. ഈ ഒരു കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതറിയാൻ പാകത്തിനുള്ള വെള്ളം മതി. ഇനി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടിയിൽ പിടിക്കും അതിൻ്റെ മസാല. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിൽ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മസാല ഒഴിച്ചു കൊടുക്കുക. ചെമ്മീനിന് മുകളിൽ മസാല നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ അത് ഒത്തിരി സമയം എടുക്കും അത് വറ്റി വരാൻ വേണ്ടിയിട്ട്. ഉപ്പ് നോക്കുക, നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം തീ കൂട്ടി വെച്ചോളൂ. അത് നന്നായിട്ട് തിളച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ആ ചെമ്മീൻ നന്നായിട്ട് വേവണം കേട്ടോ. അത് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അത് നമ്മൾ ഫ്രൈ ചെയ്യുക. ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് ഇവിടെയാണ് കേട്ടോ. നമ്മളിത് വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഈ സ്മെല്ല് കേട്ടാൽ തന്നെ നമ്മൾ അടുത്തുള്ളവരൊക്കെ ചോദിക്കും എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന്. വീണ്ടും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഗ്രേവി വറ്റുന്നത് വരെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ സ്മെല്ല്. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ശേഷം വേറൊരു ചെറിയൊരു പണി കൂടിയുണ്ട് കേട്ടോ. ആ പണി എന്താണെന്നല്ലേ, ദേ കണ്ടോളൂ. കുറച്ച് ചോറെടുക്കുക, ഈ ഒരു പാത്രത്തിൽ തട്ടുക, കുഴച്ച് കഴിക്കുക. ഞാൻ എന്തായാലും ഈ ഒരു പണി ചെയ്യട്ടെ. ഇതുപോലെ ചെമ്മീൻ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.